പാലായിൽ ഞാൻ കണ്ടതിൽ ദ ബെസ്റ്റ് ഹൗസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതാണെന്ന് ഞാൻ പറയേണ്ടി വരും. 20 സെൻറ്റിൽ 3700 സ്ക്വയർ ഫീറ്റിൽ ഒരു ഗംഭീര പെരയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അതും ഒരു 4 BHK ഹൗസ്. നമുക്ക് മുറ്റത്തോട്ട് തന്നെ വരാം. ഇതാണ് നമ്മുടെ വിശാലമായ ഒരു മുറ്റം വന്നിട്ടുള്ളത്. ഇൻ്റർലോക്സ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 2 കാർ പോർച്ചാണ് വരുന്നത്. വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് ഇതിൻ്റെ ഫാൻസി ലൈറ്റ്, അതുപോലെ തന്നെ മുകളിലത്തെ ഫാൻസി ലൈറ്റൊക്കെ ഉണ്ട്. അത് കാണാൻ ഭയങ്കര രസമുണ്ട് കാണാൻ തന്നെ. അതുപോലെ തന്നെ ഈ ആർച്ച് പോയിരിക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇനി ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് വന്നിരിക്കുന്നത് കാണാം. വളരെ ഭംഗിയിൽ പേൾ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബംബൂസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പാംസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായൊരു മുറ്റമാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. ഈ സൈഡിലോട്ട് തന്നെ നമുക്ക് വീണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിണർ വരുന്നുണ്ട്. വറ്റാത്ത വെള്ളമുള്ള കിണറാണ് നമുക്ക് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ആ സൈഡിൽ കൂടിയാണെങ്കിലും പ്ലാന്റേഷൻസ് കൊടുത്ത് വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഭയങ്കര റിച്ച് ലുക്ക് ഈ വീടിന് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് ഇങ്ങനെ കയറാം. സിറ്റ് ഔട്ട് ഒരു ആഠിത്യം എന്നൊക്കെ പറയത്തില്ല, ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ഒരു വീടാണ്. ഇനി സിറ്റ് ഔട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഫാൻസി ലൈറ്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിംഗ് പോയിരിക്കുന്ന ടൈലിലാണ്. അതും നല്ല ക്ലാസി ഫിനിഷിലുള്ള അടിപൊളി ലുക്കാണിത്. ഇനി നമ്മൾ നേരെ നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഈ ലിവിങ് ഏരിയയിലേക്ക് പോകുന്നതിന് സാധാരണഗതിയിൽ ലിവിങ് ഏരിയയിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇത് എത്താനായിട്ട് തന്നെ ഇത്ര സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര സമയമെടുത്ത് നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ തേക്കിൻ്റെ ഡോറ് വരുന്നത്. നല്ല ക്ലാസ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന് ഹാൻഡിൽ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്, പറയാതിരിക്കാൻ വയ്യ. ഒരുപക്ഷെ എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കാം, പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് ഈ ജനലുകളുടെ ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിലും വെളിച്ചം കയറാവുന്ന നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ജനലുകൾ നമുക്ക് വരുന്നു. അതുകൂടാണ്ട് എനിക്കിവിടെ വേറൊരു കാര്യം കാണിച്ചു തരാനുണ്ടായിരുന്നു. ഇതിൻ്റെ സ്വിച്ചസ് ആണ്, നോറിസസിൻ്റെ സ്വിച്ചസ് ആണ്. എന്ത് രസമായിട്ടാണ് നോക്കി ഇത് ആ ഒരു സ്വിച്ച് വന്നിരിക്കുന്നുണ്ട്. ഭയങ്കര ക്ലാസി സ്ലീക്ക് ഡിസൈൻ. ഇനി മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിലത്തെ ട്യൂബ് ലൈറ്റ് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ഈ സൈഡിലത്തെ ട്യൂബ് ലൈറ്റ് എന്നാ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്, ഒരു രക്ഷയില്ല. ഇതാണ് ഇതിൻ്റെ ഫാൻ വരുന്നത്. ഇതിൻ്റെ സ്വിച്ചും ഇതിൻ്റെ ഫാന്, അതുപോലെ തന്നെ ഈ എൻ്റയർ ഒരു വുഡ് ക്രീം, അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇതിൻ്റെ എല്ലാം കണക്റ്റഡ് ആണ്. ബേസിക്കലി ഇതിൻ്റെ സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫാൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാം കൃത്യമായി കണക്റ്റഡ് ആയിട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. ഇനി നമുക്ക് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. വോളിൽ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഇതാണ്ട് ഈ സൈഡിൽ നമുക്ക് വളരെ ഭംഗിയിലുള്ള ഒരു വാൾപേപ്പർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ കോട്ടയാട് പോലെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. പിള്ളേർക്ക് വർത്തമാനം പറയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു സ്പേസ്. ഇനി ഇവിടെ ഇതാണ് നമ്മുടെ ഒരു പാർട്ടീഷൻ പോലെ വന്നിരിക്കുന്നത്. ഈ പാർട്ടീഷൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരു പ്രയർ ഏരിയ പോലെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രയർ ഏരിയ പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് ഹാൾ വരുന്നത്. വളരെ വിശാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലം. ഈ ഫാൻസി ലൈറ്റൊക്കെ ഉണ്ട്. ഇത് സത്യത്തിൽ ഞാൻ ആദ്യമേ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ലേ മെറിഡിയനിൽ കയറിയതുപോലെ തോന്നുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. എന്ത് രസമാണെന്നറിയാം. അതും ഈ വാഷ് ബേസിൻ വന്നിരിക്കുന്ന കോർണറിലാണ് കേട്ടോ. ഇത് ഹീറ്റും കോൾഡും അങ്ങനെ രണ്ട് ടൈപ്പ് വെള്ളവും വരാമെന്നുള്ള രീതിയിലുള്ള ടാപ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഗ്ലാസിൻ്റെ ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അല്ല ഈ ടവൽ ഹാങ്ങർ ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാവോ, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അതിഗംഭീരമായ ഫാമിലി ലിവിങ് ഏരിയ വരുന്നത്. വിശാലം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിവിശാലം. ഇതൊരു TV ഏരിയ ആണ് വരുന്നത്. ഇപ്പം നമുക്കിവിടെ ഒരു ഹോം തിയേറ്റർ പോലെ സെറ്റ് ചെയ്ത് TV യൂണിറ്റ് പോലെ ഇവിടെ നമുക്ക് ഒരു TV ഏരിയ വരുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്കിങ്ങനെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഷട്ടറും കൂടെ ഇനി വരാനുണ്ട്. റിമോട്ട് കൺട്രോൾ ഷട്ടറാണ് വരുന്നത്. അതിനി വരുന്നതേ ഉള്ളൂ. ഇതിന് മറ്റൊരു സവിശേഷത, വണ്ടി നമുക്ക് ഇങ്ങനെ കയറ്റി ഫ്രണ്ടിലോട്ട് കയറ്റി ഇവിടെ നമുക്ക് പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വീടിനകത്തോട്ട് കയറാനുള്ള പ്രൊവിഷനുണ്ട്. ഇനി ഞാനിത് അടയ്ക്കുവാണേ.
ഭയങ്കര സ്മൂത്താണ് കേട്ടോ, ഭയങ്കര ഈസിലി നമുക്കിത് തുറക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ബെഡ്റൂമുകൾ കാണാം. ഇതിൻ്റെ ഓരോ സൈഡിലും ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ. ബെഡ്റൂം പറയുന്നതിന് മുന്നേ നമുക്ക് വേറെ സാധനം കാണിക്കാൻ പാ. ഇതാ നമുക്കിവിടെ വേറൊരു കോർട്ട്യാർഡ് വന്നിട്ടുണ്ട്, വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കോർട്ട്യാർഡ്. ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഊഞ്ഞാലും കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഊഞ്ഞാൽ, അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഗ്ലാസിൻ്റെ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. മുകളിൽ ഫുള്ള് ഗ്ലാസ് ഇടുന്നുണ്ട്. ഇപ്പോൾ ടഫ് ആൻഡ് ഗ്ലാസ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പറഞ്ഞാലും തീരുന്നില്ല, അത്രയുണ്ട് വീട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകൾ കാണാം. ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, നമ്മൾ ഈ ലേ മെറിഡിയനോ അല്ലെന്നുണ്ടെങ്കിൽ മാരിയറ്റൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും മാരിയറ്റിലെ ബെഡ്റൂമുകൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ മാരിയറ്റിലെ റൂമുകൾ കണ്ടിട്ടില്ലേ, അതിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള റൂമുകളാണ്. ഇതാണ് ബെഡ്റൂം. ഈ വീട്ടിലെ ഒരു ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ തന്നെയുണ്ട് പല വീടുകളുടെയും ബെഡ്റൂം. അമ്മാതിരി മുഴുപ്പിലാണ്. ആദ്യമേ ഡ്രസ്സിങ് ഏരിയയിലോട്ട് പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ബെഡ്റൂം തന്നെ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമേ വരുന്നത്. ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഫാൻസി ലൈറ്റ് ഒക്കെ ഉണ്ട്, ഭയങ്കര ക്ലാസി ഡിസൈനാണ് കേട്ടോ. ഭയങ്കര എലഗൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി ഇതാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബ് ഈ സൈഡിൽ നമുക്കൊരു വാർഡ്രോബ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് നമുക്കിവിടെ കിട്ടുന്നു. അത് കൂടാണ്ട് ഇതിങ്ങനെ പോയേക്കുവാണ് കേട്ടോ, ഒരു നിരക്കുണ്ട് വാർഡ്രോബ്. ഇനി ഇപ്പുറത്ത് ഇവിടെ ഡ്രസ്സിങ് ഏരിയ വരുന്നു. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയയിൽ നമുക്കൊരു വാർഡ്രോബ് വരുന്നു. ഇവിടെ നമുക്ക് ഒരുങ്ങാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാത്റൂം വേണം. എൻ്റെ അമ്മ ബാത്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ബാത്റൂമാണ്. കൺസീൽഡ് ആണ് ക്ലോസറ്റ് വരുന്നത്. ക്ലോസറ്റ് ജക്വാർ ആണ് വരുന്നത്. വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ജക്വാർ തന്നെയല്ലേ? യെസ്, ഓഫ് കോഴ്സ് ജക്വാറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മിച്ചമുള്ള ഹെൽത്ത് ഫോസറ്റ് അങ്ങനെയുള്ള സകല സാധനങ്ങളും വന്നിരിക്കുന്നത് ജക്വാറിലാണ്. ഇതാണ്ട് ഈ സാനിറ്ററി ഇവിടെ വന്നിരിക്കുന്ന സാധനങ്ങൾ ജക്വാറിലാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഹാൻഡ് ഷവറും ജക്വാർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ വരാനുണ്ട്. അത് ഫ്യൂച്ചറിൽ വരും. എപ്പോക്സി വിത്ത് ടൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു രക്ഷയില്ലാത്ത ക്വാളിറ്റി കേട്ടോ. ഇത് വാഷ് ബേസിൻ വന്നിരിക്കുന്ന ജക്വാറിലാണ്. മിററൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ കഥ. ഇത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാമെന്നുള്ളത്. കാശ് ലാഭം മാത്രം നോക്കാണ്ട് നമുക്ക് ചെയ്യുന്നതിന് അത്ര ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പേര് പണിയാൻ പറ്റത്തുള്ളൂ. ഐ ഷുഡ് റിയലി അപ്രീഷിയേറ്റ് ഹിം ഫോർ ഡൂയിങ് ദിസ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. മൊത്തം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 4 ബെഡ്റൂമുകളാണ്. ഇതിൽ ഓരോ ബെഡ്റൂമുകളും ഞാനും തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ്, ഈ സൈഡിലാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം നമുക്കിവിടെ വരുന്നു. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് ഈ ബെഡ്റൂമാണ്. ഇനിയിപ്പം ഇവിടെ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. നമുക്ക് ഈ വാർഡ്രോബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ വാർഡ്രോബ് വരുന്നത്. വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള വാർഡ്രോബ് ഡിസൈൻസ് നമുക്കിവിടെ കിട്ടുന്നു. അത് കൂടാണ്ട് ഈ സൈഡിൽ നമുക്ക് മിറർ വരുന്നു. ഇത് നമുക്ക് ഒരുങ്ങാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടേബിളും കൂടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ബാത്റൂമിലേക്ക് പോവുകയാണ്. ഈ ബാത്റൂമൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി ഇതിൻ്റെ അകത്ത് ഇനി ഒരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ കൊണ്ട് ഇത് വെറ്റ് ഏരിയ ആയി മാറിക്കഴിഞ്ഞു. അവിടെ മൊത്തം ഡ്രൈ ഏരിയ ആയി, ഇവിടെ മൊത്തം വെറ്റ് ഏരിയ ആയി. ഇതിൻ്റെ അകത്ത് ഇനി ഒരു ഗ്ലാസ് പാർട്ടീഷൻ്റെ ആവശ്യകത പോലും ഇല്ല. അത്രയും ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡ് ഷവർ ഉണ്ട്, അതുപോലെ തന്നെ റെയിൻ ഷവർ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ക്ലോസറ്റ് എല്ലാം ജക്വാറാണ് കേട്ടോ. സകലതും ജക്വാറാണ്. ഇപ്പുറത്ത് നമുക്ക് ജക്വാറിന് തന്നെ വാഷ് ബേസിൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. വായു. 2 ബെഡ്റൂമുകൾ കണ്ടു. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം. ഇത് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഗസ്റ്റ് ബെഡ്റൂം. ഇതൊക്കെ എന്ത് സ്പേസ് ആണെന്നറിയോ? ഭയങ്കര സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നു. ഇനി ആ സൈഡിൽ നമുക്ക് വാർഡ്രോബുകൾ വരുന്നു. വാർഡ്രോബിന് ശേഷം എൻ്റെ അമ്മ വേറെ ഡിസൈനിലാണ് കേട്ടോ. ഓരോ ബാത്റൂമിനും ഓരോ ഡിസൈൻ. ആ ഓരോ ഡിസൈനും പുതിയതാണ്. ഇതുണ്ട്, ഇതിൻ്റെ അകത്തെ ഓരോ ഭയങ്കര ഫ്രഷാണ്, ഭയങ്കര ന്യൂ ആണ്. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നി.
ഐ മീൻ പാലായ്ക്ക് ഇത് ഫ്രഷാണ്, പാലായ്ക്ക് ഇത് ന്യൂ ആണ്. ഈ ഒരു ഡിസൈന്, അതുപോലെ തന്നെ ഈ ഒരു വെറ്റ് ഏരിയ സെപ്പറേഷൻ, ഇപ്പുറത്ത് നമുക്ക് ക്ലോസെറ്റ്, അതുപോലെ തന്നെ എല്ലാം വന്നിരിക്കുന്ന ജക്വാറിൽ തന്നെയാണ് ഇവിടെ. ഇനി നമുക്ക് ഇതിപ്പം നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് കണ്ടത്. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂം കാണാം. വായോ. നമ്മളിപ്പോൾ എത്രയാ? ഇതല്ലേ നാലാമത്തെ നമ്മുടെ ബെഡ്റൂം. നമ്മളങ്ങനെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം. അങ്ങനെ നമ്മൾ ഫൈനലി നാലാമത്തെ ബെഡ്റൂം എത്തിയിരിക്കുകയാണ്. വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ വരുന്നു. അതുകൂടാണ്ട് ഈ സൈഡിലേക്ക് നമുക്ക് വാർഡ്രോബ്സ് വന്നിട്ടുണ്ട്. എൻ്റെ വാർഡ്രോബൊന്നും ഒരു രക്ഷയില്ലാട്ടോ. ഈ വാർഡ്രോബിൻ്റെ സാധാരണ രീതിയിൽ വാർഡ്രോബ് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇതോടുകൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലോട്ടുള്ള വാർഡ്രോബ്, അതൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്ന വീടുകളുടെ ഒരു പ്രത്യേകത. ഇതിപ്പം ദിസ് ഹൗസ് ഈസ് ഗോയിങ് ടു ബി വർത്ത് എവറി സിംഗിൾ പെനി എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത്ര ഭംഗിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന പോലെ ഡ്രസ്സിങ് ഏരിയ പോലെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ സാധാരണ വീടുകളോട്, അല്ലെങ്കിൽ സാധാരണ ഒരു 2000 ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീടുകളുടെ ഒരു ബാത്റൂമിനോട് എന്തെങ്കിലും രീതിയിൽ കുറച്ചെങ്കിലും അടുത്ത സ്പേസ് വരുന്നത് പോലെ തോന്നിയത് ഈ ഒരൊറ്റ ബാത്റൂമിനാണ്. അതുവേ ഭയങ്കര വലുതാണ്. ഇപ്പം ഈ സൈഡിൽ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ പോലെ വന്നിരിക്കുന്നു. ഇനി ഇതാണ് നമുക്ക് വാഷ് ഏരിയ വന്നിട്ടുള്ളത്. വാഷ് ബേസിൻ ജക്വറിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ, ഇത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബോർഡറിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ക്ലോസറ്റ്, മിച്ചുള്ള സാധനങ്ങളെല്ലാം ജക്വറാണ്. അങ്ങനെ നമ്മൾ 4 ബെഡ്റൂമുകൾ കഴിഞ്ഞ് നമ്മുടെ മെയിൻ അട്രാക്ഷനായ കിച്ചണിലേക്ക് പോവുകയാണ്. കിച്ചണിലേക്ക് പോവുകയാവുന്നതിന് മുന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഭരണങ്ങാനം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. പള്ളിയിലേക്ക് ഇവിടെ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ മരിയൻ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ പ്രവിത്താനം MKM ഹോസ്പിറ്റലുണ്ട്. ഇതൊക്കെ നമുക്ക് നിയർ ബൈ ആക്സസിബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ ചേർപ്പങ്കൽ മെഡിസിറ്റിയിലേക്ക് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പാലാ ടൗണിലേക്ക് നമുക്ക് ഇവിടുന്ന് വെറും 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കാണാം. ഗംഭീരമായൊരു കിച്ചൺ ആണ്, ഒരു രക്ഷയില്ലാത്ത കിച്ചണാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വാർഡ്രോബ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും, വാർഡ്രോബ്സ് അല്ല, കബോർഡ്സ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്ലാസി ആയിട്ടുള്ള. ഇനി ലൈറ്റ് വരാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ലൈറ്റുകൾ ഇട്ട് കാണിക്കാം. സ്വിച്ചൊക്കെ തപ്പിയെടുക്കണം. റൂമുകളെ തപ്പിയെടുക്കണമായിരുന്നു, അത്രയും മുഴുത്ത. അങ്ങനെ ഇതാ നമ്മൾ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ. ഭംഗി എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഭയങ്കര ക്ലാസിക് കിച്ചണാണ് നമുക്കിവിടെ തരുന്നത്. ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ സ്ലാബ് വന്നിരിക്കുന്നത്. സ്ലാബൊക്കെ ഒരു രക്ഷയിലുണ്ടോ, എന്ത് ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നതെന്നറിയോ, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഈ ഹാൻഡിലൊക്കെ പോയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയുണ്ട്. ഇനി ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ്ട് ഇവിടെ നമുക്ക് പൊടികളൊക്കെ വെക്കാവുന്ന രീതിയിലായിരിക്കണം. കണ്ടോ, വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കബോർഡ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടോ, തുറക്കുമ്പോൾ വെളിയിലോട്ട് വരുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. വളരെ രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ഡിസൈനും എല്ലാം അടിപൊളിയാണ്. ഇനി ഇതും ഈ പറയുന്ന പോലെ കബോർഡ്സാണ്. ഇതിൻ്റെ താഴെ ഇത് നമുക്ക്, എനിക്ക് തോന്നുന്നു അവനുള്ള സ്പേസിനാണെന്ന് തോന്നുന്നു. അവൻ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. അതുകൂടാണ്ട് ഇത് ബേസിക്കലി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കലം കൊണ്ടുവരിക, പാല് കാച്ചുക എന്നുള്ളതേ ഉള്ളൂ. ഹോബ് ആൻഡ് ചിമ്മിനി വരേക്കും നമുക്കിവിടെ വന്നിട്ടുണ്ട്. എല്ലാം വളരെ ഭംഗിയിൽ വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത്. വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ വീണ്ടും ഒരു ഹോബ് ആൻഡ് ചിമ്മിനി വരുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇപ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്തിട്ട് മടുക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനായിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കുഷൻ വരുന്നതേ ഉള്ളൂ, പണി കംപ്ലീറ്റ് ആയി വരുന്നതേ ഉള്ളൂ, ഓൾമോസ്റ്റ് തീർന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഡിഷ് വാഷറിനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വാഷിംഗ് മെഷീനിലെ ഡ്രയറോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട. അതല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രയറിനുള്ള സ്പേസും ഇതിന് മുകളിലോട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് പുറത്തെ ഡോറ്. ഇതും തേക്കിലാണ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ വീടിന് ചോദിക്കുന്ന വില രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്.